ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മഷ്റൂമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ബട്ടൺ മഷ്റൂമാണ്. ഇത് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ നല്ലപോലെ വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തണ്ടിൻ്റെ പോർഷനും അല്ലാത്ത പോർഷനും കൂടി ഒന്ന് ആദ്യം രണ്ടാക്കി മാറ്റി കൊടുക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ മെയിൻ പോർഷൻ്റെ തോല് നമ്മൾ അതിനൊരു എന്താണ് പറയുക, ചെറിയൊരു മുകളിലൊരു എക്സ്ട്രാ പോർഷൻ ഉണ്ടാവും. നമുക്കത് നല്ലപോലെ അത് പീൽ ചെയ്തെടുക്കാൻ പറ്റും. അത് നല്ലപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. ഇനി ഒഴിവാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിവിടെ അത് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു വഴുവഴുപ്പായിരിക്കും അതിൻ്റെ മുകളിലത്തെ ആ ഭാഗത്തിന്. പിന്നെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഉണ്ടാവുകയും ചെയ്യുക. എന്നപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് എല്ലാത്തിനും പീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പീൽ ചെയ്യാത്തത് നോക്കിയാൽ അറിയാം. പീൽ ചെയ്യാത്തതിന് ഒരു നല്ല വഴുവഴുപ്പ് ഉണ്ടാവും, മറ്റേതിന് അങ്ങനെ വഴുവഴുപ്പ് ഉണ്ടാവില്ല, ഒന്ന് റഫായിട്ട് വരും. അതോടൊപ്പം തന്നെ ക്ലീനായിട്ട് തന്നെ വരികയും ചെയ്യും, ക്ലീനായി നല്ല വൃത്തിയായിട്ട് വരികയും ചെയ്യും. അങ്ങനെ നമുക്കിത് ടോട്ടലി മൊത്തം നമുക്ക് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ മൊത്തം റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രത്തോളം ഉണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ആ പോർഷൻ എടുത്തത്, അത് നമുക്ക് കളയാം. എന്നിട്ട് നമുക്ക് ഈ വരുന്ന മെയിൻ പോർഷൻസോ അതേപോലെ അതിൻ്റെ ചെറിയൊരു പാർട്ടുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ രീതിയിൽ നമുക്ക് ഏത് ഷേപ്പിലാണോ എങ്ങനെയാണോ വേണ്ടത്, എത്ര തിക്നെസ്സിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ 200 ഗ്രാം കൂണാണ് എടുത്തത്. ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്, 200 ഗ്രാം. അപ്പം നമ്മൾ മൊത്തമായിട്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഇത്രയുണ്ട്, ഒരു അത്യാവശ്യം നല്ല പോലെ ഉണ്ട്. പിന്നെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് വളരെ കുറഞ്ഞു വരും കേട്ടോ, പെട്ടെന്ന് അതൊന്ന് വാടി വരും. നമ്മളിവിടെ വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ആദ്യം തന്നെ നമുക്ക് പാത്രത്തിലേക്ക് നല്ലപോലെ ബട്ടറാണ് ഇടേണ്ടത്. അത്യാവശ്യം തോനെ തന്നെ ഞാൻ ബട്ടർ എടുത്തിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ബട്ടർ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഓയിലൂടി ഒഴിച്ചിട്ട് അധികം ഫ്ലെയിം കൂട്ടിയിടാതെ സിമ്മിലിട്ടിട്ട് തന്നെ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കും. ഇതിലേക്ക് നമുക്ക് ആ ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ചെടുത്തതൊന്ന് ഇടാം. ഗാർലിക് ഞാനൊരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്, കാരണം ചെറുതായതുകൊണ്ട്. ഇനി വലുതാണെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ മതിയാവും. ചെറിയൊരു പീസ് ജിഞ്ചറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ടർ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ബട്ടർ അല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല. ബട്ടറിൽ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് സവാള ആണ്. ഞാനിവിടെ 2 ഒനിയൻസ് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 ഒനിയൻസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഒരുപാട് വലുപ്പത്തിലല്ലാതെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക, ഒന്ന് വഴണ്ട് വരട്ടെ. അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക്, ഞാൻ വലിയ പച്ചമുളക് 1 എടുത്തിരിക്കുന്നത്. ഒരുപാട് എരിവൊന്നും ഇല്ലാത്തൊരു പച്ചമുളകാണ്, അത് 1 എടുത്തിരിക്കുന്നത്. നമുക്ക് എരിവിന് വേണ്ടി നമ്മൾ വേറെ ഇടും, അന്നപ്പോൾ പിന്നെ ഈ പച്ചമുളക് തന്നെ വേണമെന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് മസാലാസ് ആഡ് ചെയ്യാണ്. ആദ്യം തന്നെ പെപ്പർ പൗഡറാണ് ആഡ് ചെയ്തത്, പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മീറ്റ് മസാല ആണെങ്കിൽ അതും ആഡ് ചെയ്യുക. ചിക്കന് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ബീഫിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. അന്നപ്പം മീറ്റ് മസാല ആണെങ്കിൽ കുറച്ചുകൂടി നല്ല രസം ഉണ്ടാവും. ഞാനിവിടെ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്തത്. എന്നിട്ട് നമ്മൾ നല്ലപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വഴണ്ടതിന് ശേഷം, അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം, ഈ വെജിറ്റബിളിൻ്റെ നടുക്ക് ചെറിയതായിട്ടൊരു സ്പേസ് ഉണ്ടാക്കി അവിടേക്ക് മഷ്റൂം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ മസാലകൾക്ക് കൂടെ, ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മഷ്റൂം ഒരുപാടുള്ളതുപോലെ തോന്നും. കുക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, കാരണം കുറച്ച് ചൂടാകുമ്പോൾ തന്നെ അതൊന്ന് ചുരുണ്ട് വരും, അത്രേ ഉണ്ടാവും.
അതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം. ചില്ലി ഫ്ലേക്സ് 2 ടേബിൾ സ്പൂൺ നല്ലപോലെ ഇടുന്നുണ്ട്. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ എരിവ് കുറച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഞാൻ ഈ മഷ്റൂമിലേക്ക് എല്ലാ മസാലകളും എത്തുന്ന രീതിയിൽ ഒന്നൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഇത് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സിമ്മിലിട്ട് കുക്ക് ചെയ്യാതിരിക്കുക, അതേപോലെ ഹൈ ഫ്ലെയിമിലും ഇട്ട് കുക്ക് ചെയ്യാതിരിക്കുക. ഒരു മീഡിയം ടു ലോ അല്ലെങ്കിൽ മീഡിയം ടു ഹൈ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് മസാലകളെല്ലാം എല്ലായിടത്തിലും എത്തി എന്നായാൽ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ ആയി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാണാം നല്ല പോലെ വെള്ളം വന്നിട്ടുണ്ട്, മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ മസാലകളിലേക്കൊക്കെ. അതൊന്നുകൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. അടച്ച് തന്നെ വേവിക്കുക. കണ്ടോ, ഇപ്പം നമ്മൾ ഒരുവിധം കുക്കായതിന് ശേഷം വെള്ളമൊക്കെ വറ്റി അത് നല്ല പോലെ സോട്ടായി വന്നിട്ടുണ്ടെന്ന് എന്താ പറയുക, നമുക്ക് കുക്കായെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പം നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റാക്കി ഇട്ടുകൊടുക്കുക. ഇത് അടിപൊളി ടേസ്റ്റാണ്. മഷ്റൂം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിലും അടിപൊളി സാധനമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.